2021 പാർലമെൻറ്റിൽ പാസ്സായ ഡാം സേഫ്റ്റി ആക്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പുതിയ തലത്തിലേക്കുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ശുഭപ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേരളം കാത്തിരിക്കുന്നത്. പുതിയ ഒരു ഡാം നിർമ്മിക്കണം എന്നുള്ളതാണ് സേഫ്റ്റി കൺസേൺ മുന്നിൽ വെച്ചുകൊണ്ട് കേരളം ഇക്കാലം അത്രയും സ്വീകരിച്ചിട്ടുള്ള നടപടി. ആ ഒരാവശ്യത്തിലേക്ക് നാഷണൽ ഡാം സേഫ്റ്റി ആക്ട് പാസ്സായതിനു ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും പുതിയ ഒരു തുടക്കത്തിലൂടെ കാര്യങ്ങൾ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ആ ഒരു നിലപാടിലേക്ക്, കേരളത്തിൻ്റെ നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുത്തുന്നതിന് വേണ്ടി സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. തമിഴ്നാടിന് ജലം, കേരളത്തിന് സുരക്ഷ, ഈ ഒരു മുദ്രാവാക്യമാണ് ഇത് സംബന്ധിച്ച് കേരളം സ്വീകരിച്ചിട്ടുള്ള നിലപാട്. MP എന്നുള്ള നിലയിൽ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസിൽ കക്ഷി ചേർന്നിട്ടുള്ള ആളാണ്. ഈ വിഷയത്തിൽ 2022 ഏപ്രിൽ മാസത്തിൽ പുറത്തു വന്ന ജഡ്ജ്മെൻറ്റ് ഡോക്ടർ ജോ ജോസഫ് നൽകിയ റിട്ട് പെറ്റീഷന് ആധാരമായി സുപ്രീം കോടതി വിധിച്ചത് NDSA എന്ന് വെച്ചാൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഡാം സേഫ്റ്റി ആക്ടിനനുസരിച്ച് ഫോർമേഷൻ ആകേണ്ടതാണ്. അത് ഫുൾ ഫ്ലെഡ്ജഡായി ഫോർമേഷൻ ആകുന്നതോടുകൂടി സൂപ്പർവൈസറി കമ്മിറ്റിയുടെ നിലവിലുള്ള മുഴുവൻ അധികാരങ്ങളും ഈ NDSAയിൽ നിക്ഷിപ്തമാകും. എന്ന് വെച്ചാൽ ഡാമിൻ്റെ സുരക്ഷ, സർവൈലൻസ്, ഓപ്പറേഷൻസ്, മെയിൻ്റനൻസ് എന്ന് സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നിലവിൽ സൂപ്പർവൈസറി കമ്മിറ്റിയാണ് നടത്തുന്നത്. ആ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ മുഴുവൻ റെസ്പോൺസിബിലിറ്റീസും NDSAയിൽ നിക്ഷിപ്തമായിരിക്കും എന്ന് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൽ കൃത്യമായി പറയുന്നുണ്ട്. അതിൻ്റെ 6ാം പാരഗ്രാഫിൽ ഇറ്റ് വുഡ് ബി ഡിസൈറബിൾ ദാറ്റ് the regular NDSA is put in place which can immediately take over the task of surveillance, inspection, operation and maintenance of the Mullaperiyar Dam and discharge the functions in this regard as specified in section 9 of the act, as also exercise all enabling power invested in it under the 2021 act. അതോടൊപ്പം തന്നെ പാരഗ്രാഫ് 14 ആ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് needless to mention that the reconstituted supervisory committee will decide all outstanding matters related to Mullaperiyar dam safety and conduct a safety review afresh. For this purpose, it may frame terms of reference in accordance with the provisions of the 2021 Act. എന്ന് വെച്ചാൽ 2021 ആക്ടിനനുസരിച്ച് NDSAയുടെ ഫോർമേഷൻ രൂപീകൃതമാവുക വഴിയായി ഡാമിൻ്റെ സേഫ്റ്റിയും ഓപ്പറേഷനും മെയിൻ്റനൻസും സർവൈലൻസും കൃത്യമായി NDSAക്ക് ഉണ്ടാവുമെന്നാണ് ജഡ്ജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സൂപ്പർവൈസറി കമ്മിറ്റി ഇതിൻ്റെ സേഫ്റ്റി ഇവാലുവേഷൻ ഉൾപ്പെടെ നടത്തും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അങ്ങനെ ആ ഒരു ഗൗരവത്തിൽ എടുക്കേണ്ടതില്ല എന്നുള്ള നിലയിൽ പോലും, എന്ന് വെച്ചാൽ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ ആ ഒരു നിലവിലുള്ള പവർ അത് ശാശ്വതമല്ല, മറിച്ച് NDSAയിൽ ഇതെല്ലാം മാറുമെന്നുള്ള കൃത്യമായ ഒരു വിവക്ഷയാണ് 2022 ഏപ്രിൽ മാസത്തിൽ 8-ാം തീയതി പുറത്തു വന്ന ആ ഒരു ജഡ്ജ്മെൻറ്റിലൂടെ ഉണ്ടായിരുന്നത്. ഞാൻ ഇന്നലെ പാർലമെൻറ്റിൽ ഉന്നയിച്ച ചോദ്യം ഇത് സംബന്ധിച്ച് NDSA ഈ പറയപ്പെടുന്നത് പോലെ 100 വർഷം പഴക്കമുള്ള ഡാമുകളെ സംബന്ധിച്ച് അതിൻ്റെ സേഫ്റ്റി ഓഡിറ്റ് നടത്തുമോ, അതോടൊപ്പം തന്നെ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻ മറ്റൊരു സംസ്ഥാനത്തിൻ്റെയും എന്നാൽ വേറൊരു സംസ്ഥാനത്ത് ഇത് നിലനിൽക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഡിസ്പ്യൂട്ടുള്ള ഡാമുകളെ സംബന്ധിച്ചുള്ള NDSAയുടെ നിലപാടെന്ത് എന്നുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇന്നലെ ഞാൻ പാർലമെൻറ്റിൽ ഉന്നയിച്ചത്. അത് സംബന്ധിച്ച് സർക്കാർ നൽകിയിട്ടുള്ള മറുപടി മുമ്പ് സുപ്രീം കോടതി വിധി പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമാണ്. നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഈസ് ഫങ്ഷനിങ് ആസ് ദ സ്റ്റേറ്റ് ഡാം സേഫ്റ്റി ഓർഗനൈസേഷൻ ആസ് പെർ ദി പ്രൊവിഷൻസ് ഓഫ് ദി ആക്ട്. Accordingly, necessary directions are being given by the authority to the owner of such dams for making complaints of various provisions and other mandated functions as per the Act.
Hence, there is no question of taking control over these types of dams by the authority. ഈ ഇത്തരത്തിലുള്ള 100 വർഷം പഴക്കമുള്ള ഡാമുകളുടെ മറ്റൊരു സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഡാമുകളുടെ അധികാരം NDSA ഏറ്റെടുക്കും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ഒരു മറുപടിയാണ് പാർലമെൻറ്റിൽ ഇന്നലെ വന്നിട്ടുള്ളത്. Responsibility to ensure the safety of dams, including their operation and maintenance, rests primarily with the dam owners, which are mostly the state governments and central state public sector units. Dam Safety Act 2021 does not in any way encroach upon the powers of states and does not contain any provision to alter dam ownership, water sharing agreements or the operation and maintenance of the dams by the state government. എന്നുള്ള നിലയിലാണ് ഇന്നലെ ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഡാമിൻ്റെ ഓണർക്ക് മാത്രമാണ് അതിൻ്റെ സേഫ്റ്റി ഓഡിറ്റ് നടത്താൻ ഒക്കെയുള്ള അധികാരം എന്നുള്ള നിലയിൽ ഒരു കോൺഫ്ലിക്റ്റോട് കൂടിയിട്ടുള്ള ഒരു ഉത്തരമാണ് ഇന്നലെ പാർലമെൻറ്റിൽ വന്നിട്ടുള്ളത്. അത് സുപ്രീം കോടതിയുടെ വിധിയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ്. അപ്പോൾ ഞാൻ MP എന്നുള്ള നിലയിൽ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ വരുന്ന ആഴ്ച തന്നെ സുപ്രീം കോടതിയെ സമീപിക്കാൻ, അതായത് 2022 ഏപ്രിൽ മാസം 8-ാം തീയതി സുപ്രീം കോടതി വിധിച്ചത് നാളിതുവരെയും പ്രാവർത്തികമായിട്ടില്ല. ഞാൻ സെൻട്രൽ വാട്ടർ കമ്മീഷനെ ഉൾപ്പെടെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. NDSAയുടെ ചെയർമാൻ ശ്രീ അനിൽ ജെയിനുമായും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം ഒക്ടോബറോടുകൂടി തന്നെ NDSAയുടെ ഒരു ഫംഗ്ഷൻ കൃത്യമായ നിലയിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആകും എന്നുള്ള ഒരു അറിയിപ്പായിരുന്നു അവിടെ നിന്ന് ലഭിച്ചത്. പക്ഷേ NDSAയുടെ ഫുൾ കൺട്രോളിലേക്ക് മുല്ലപ്പെരിയാർ ഡാം ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് ഈ അവസരത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിന് വിരുദ്ധമാണ്. അപ്പോൾ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വരുന്ന ആഴ്ച തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നലെ പാർലമെൻറ്റിൽ വന്നതായ ഈ ഉത്തരം കുറച്ച് തെറ്റിദ്ധാരണാജനകമാണ്. ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് കാര്യങ്ങൾ തിരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 2021 ഡാം സേഫ്റ്റി ആക്ടിനനുസരിച്ച് തന്നെയാണ് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് ഉണ്ടായത്. ജഡ്ജ്മെൻറ്റിൽ അത് കൃത്യമായി പറയുന്നുണ്ട്. സർക്കാരിൻ്റെ അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കുന്നതെന്ന് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ആൻസർ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ തരത്തിലാണ്. അതുകൊണ്ട് ഇത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. അല്ല, പർട്ടിക്കുലർ കേസിലായിരുന്നെങ്കിലും രണ്ട് കാര്യങ്ങളാണ് ജഡ്ജ്മെൻറ്റിലുള്ളത്. ഒന്ന്, സർക്കാരിൻ്റെ അഭിപ്രായത്തിന് മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ജഡ്ജ്മെൻറ്റ് എഴുതുന്നത് എന്ന് കൃത്യമായി അതിൽ പറയുന്നുണ്ട്. ആസ് പെർ ദി ഒപ്പീനിയൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എന്ന് തന്നെ, അല്ലെങ്കിൽ വാട്ടർ കമ്മീഷൻ എന്ന് തന്നെ ആ ഉത്തരവിൽ കൃത്യമായി പാരഗ്രാഫ് 6-ൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2021 ആക്ടിന് ആസ്പദമാണ് എന്ന് കൂടി പറയുന്നുണ്ട്. 2021 ആക്ട് പാസ്സാക്കിയത് പാർലമെൻറ്റാണ്, ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാടിന് അനുസരിച്ചാണ് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് വന്നിട്ടുള്ളത് എന്ന് ജഡ്ജ്മെൻറ്റ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.